ഇറാൻ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. ലോകം മൊത്തത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ഇത് തന്നെ നമ്മൾ തമ്മിലുള്ള ചർച്ചയിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഈ സമാധാന കരാറൊക്കെ കുറച്ച് ദിവസത്തേക്ക് കാണൂ, ഇറാൻ വലിയൊരു നീക്കത്തിന് ഒരുങ്ങുകയാണ്. അക്ഷരം പ്രതി അതേപോലെ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഈ പശ്ചിമേഷ്യയിൽ US സൈനിക താവളങ്ങളിലേക്ക് ഇറാന്റെ സൈനികർ എത്തുന്നു, അല്ലെങ്കിൽ ഒരു കരസേന തന്നെ ഉണ്ടാകുന്നു, വരുന്നു, നിങ്ങളെ പിടിച്ചെടുക്കും, വലിയ നീക്കം നടത്തുമെന്ന് അവർ ഔദ്യോഗികമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. എന്താണ് ഇത്? ഈ പറയുന്നത് പോലെ എല്ലാം ആണല്ലോ ഓരോ ഘട്ടം ഘട്ടമായിട്ട് നടക്കുന്നത്. ഇന്നലെ നമ്മളെടുത്ത ഡിസ്കഷനിൽ ഞാൻ പറഞ്ഞതാണ്, ഈ ചർച്ച പരാജയപ്പെടുന്നു. അതായത് അമേരിക്ക പല വിധത്തിൽ പല ചർച്ചകളും നടത്തുന്നു, അതൊക്കെ പരാജയപ്പെടുന്നു. ഇറാൻ ഒരു വശത്ത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. അതിനിടയിൽ ഇറാന്റെ കരുത്ത് വർദ്ധിക്കുന്നതായിട്ടുള്ള പലതരം വിവരങ്ങളും വെളിപ്പെടുത്തലുകളും വാർത്തകളും പുറത്തു വരുന്നു. അതെല്ലാം വിശകലനം ചെയ്തുകൊണ്ട് ഇന്നലത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞതാണ്, അതിവേഗത്തിൽ ഇറാന്റെ ഒരു നടപടി ഉണ്ടാകും. ഇറാന്റെ ശക്തമായ സൈനിക നടപടി അമേരിക്കയ്ക്ക് നേരെ ഉണ്ടാകും. അത് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാകാം, അമേരിക്കയുടെ അസറ്റുകളാകാം, അമേരിക്കയുടെ കപ്പലുകളാകാം, വേണമെങ്കിൽ നേരിട്ട് അമേരിക്കയിലേക്കുമാകാം. എന്തും സംഭവിക്കാം. കാരണം അഫ്ഗാൻ അധിനിവേശം നടക്കുന്ന സമയത്താണ് അമേരിക്കയിൽ ആ ടവറുകൾ, ട്വിൻ ടവറുകൾ തകർന്നത്, അവിടേക്കൊരു ആക്രമണം നടത്തിയത്. അപ്പോൾ അമേരിക്കയ്ക്കുള്ളിലേക്ക് ഒരിക്കലും ആക്രമണം നടത്തില്ല എന്ന ചിന്താഗതിയോടുകൂടിയാണ് അമേരിക്ക ഇപ്പോഴും ഓരോ കളിയും കളിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ അതിന് ശക്തമായ തിരിച്ചടി അമേരിക്കയുടെ മണ്ണിനുള്ളിൽ കിട്ടിയേക്കാം. കാരണം ചരിത്രമുണ്ട്. പണ്ട് നമുക്കറിയാം, വേൾഡ് ട്രേഡ് സെന്ററിന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുകയും ഒരുപാട് ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത ആക്രമണത്തിന് പിന്നിൽ അഫ്ഗാൻ അധിനിവേശത്തിന്റെ വകയായിരുന്നു. അപ്പോൾ അത്തരത്തിൽ എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിലേക്ക് യുദ്ധം മാറിക്കഴിഞ്ഞു. ഇപ്പം നമ്മൾ കാണുന്നത് എന്താണ്? ഇറാൻ പറയുന്നത് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി അവിടെ നിന്ന് സൈനികരെ പിടിച്ച് ബന്ദികളാക്കി ഇറാന്റെ മണ്ണിൽ കൊണ്ടുവന്ന് അവരെ ലോകത്തെ കാണിക്കുന്ന വിധത്തിൽ ക്രൂരമായി വധിക്കുക. ഇതാണ് ഇറാന്റെ പുതിയ പ്ലാൻ. ഓരോ സൈനികന്റെ തലയ്ക്കും $30,000 വെച്ച് ഈ കഷ്ടകാലത്തും കൊടുക്കും. അതായത് ഇറാനിൽ വലിയ ഇൻഫ്ലേഷനാണ്, പണപ്പെരുപ്പമാണ്, വലിയ സാമ്പത്തിക പ്രശ്നമാണ്. എങ്കിൽ പോലും അതിനെയൊക്കെ അതിജീവിച്ച് ഓരോ അമേരിക്കൻ സൈനികന്റെ തലയ്ക്കും $30,000 മറ്റോ ആണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കാണേണ്ട കാര്യം എന്താണ്? ഇവിടെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇറാന്റെ നീക്കങ്ങൾ, അവരുടെ പ്രസ്താവനകൾ, അവരുടെ നടപടികൾ, ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്ക ചിന്തിക്കുന്ന വഴിക്കേ അല്ല ഇറാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമേരിക്ക പറയുന്ന കാര്യങ്ങളെ അല്ല ഇറാൻ ചിന്തിക്കുന്നത്. അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്ക് ഒരുപാട് അപ്പുറം സ്വന്തമായൊരു വലിയ മിഷൻ തയ്യാറാക്കി വെച്ച് ആ മിഷന്റെ ഭാഗമായുള്ള തന്ത്രപ്രധാനമായ നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നമുക്ക് പ്രവചിക്കാൻ കഴിയുന്ന ഒന്നായിരിക്കില്ല. കാരണം ഒരു വശത്ത് ചൈനയുടെ വലിയ പിന്തുണയുണ്ട് ഇറാന്, അത് വ്യക്തമായതാണ്. മറുവശത്ത് റഷ്യയുടെ സാങ്കേതിക സഹായവും സാറ്റലൈറ്റ് സഹായവും അടക്കം ബോംബ് നിർമ്മാണത്തിനും മിസൈൽ നിർമ്മാണത്തിനും ഉൾപ്പെടെ ആണവ സമ്പുഷ്ടീകരണത്തിനും ഉൾപ്പെടെ റഷ്യയുടെ സഹായം ഇപ്പോഴും ഇറാന് മേൽ എത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഇറാനിലേക്ക് എത്തുന്നുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ വ്യക്തമായ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിൽ 5 വെസലുകൾക്ക് നേരെ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ആക്രമണം നടന്നു എന്ന പ്രഖ്യാപനം ഇന്ന് ഇറാൻ നടത്തിയിട്ടുണ്ട്. അത് അമേരിക്ക പോലും അറിയാതെയാണ്, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പോലും അതിന്റെ ട്രേസ് കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്ന വാർത്തയാണ്. അപ്പൊ ഞാൻ പറയുന്നത്, അമേരിക്കയുടെ കണക്കുകൂട്ടലുകൾക്കും അമേരിക്കയുടെ നിയന്ത്രണങ്ങൾക്കും അമേരിക്കയുടെ പദ്ധതികൾക്കും ട്രംപിന്റെ സ്വപ്നങ്ങൾക്കും ഒക്കെ, കാൽക്കുലേഷൻസിനും ഒക്കെ ഒരുപാട് അപ്പുറത്തേക്ക് ഇറാൻ ഇപ്പോൾ സഞ്ചരിച്ചു കഴിഞ്ഞു. അവരുടെ മുന്നിൽ ഇനിയും ഒരുപാട് പദ്ധതികൾ കിടക്കുകയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല രേഷ്മ. അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ആഴത്തിൽ പഠനം നടത്തിയ ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ടാണ് എല്ലാവരും, ഒരുപാട് പേര് കമന്റിൽ പറയുന്നുണ്ട്, ഏതും ഇന്നലെ പറഞ്ഞതാണല്ലോ ഇന്ന് സംഭവിക്കുന്നത്, ഇറാനുമായിട്ട് നിനക്ക് വല്ല ബന്ധമുണ്ടോ? ഇന്നലെ ഫേസ്ബുക്കിൽ വന്നൊരു കമന്റാണ്. പലരും ട്രോളുന്നുണ്ട്, പലരും നീ പറഞ്ഞതൊക്കെ ഇറാൻ അറിഞ്ഞോ, അമേരിക്ക അറിഞ്ഞോ എന്നൊക്കെ ചോദിച്ച് കുറെ സുമേഷ് കാവിപ്പട മിത്രങ്ങൾ വന്നിട്ട് കരയുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ചാനൽ സ്ഥിരമായി കാണുന്ന, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന, പറഞ്ഞപ്പോഴാണ് ഓർത്ത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന പലർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ള പല പരാതികളും വാട്സപ്പിൽ ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ലെങ്കിൽ ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് വീണ്ടും ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കുക. ഫേസ്ബുക്കിൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നോട്ടിഫിക്കേഷനുകളൊക്കെ ഇപ്പോൾ ഈ അൽഗോരിതം ചേഞ്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും കിട്ടുന്നില്ല. ഞാൻ കുറച്ച് മുമ്പ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിൽ ചെന്നപ്പോൾ അവിടെ നമ്മുടെ ഒരു പ്രേക്ഷകൻ കണ്ടാണ്, എന്നോട് ചോദിച്ചാണ്, സാറേ പഴയ പോലെ നോട്ടിഫിക്കേഷൻ ഒന്നും വരുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും
അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്ക ഇപ്പൊ ചിന്തിക്കുന്ന പോലെ അല്ല ഇറാൻ പോകുന്നത്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ വ്യക്തമായ പ്ലാൻ ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇറാനെ സംബന്ധിച്ച് പ്രതികാരം എന്നതിലേക്ക് അവര് കൃത്യമായി ഏകോപിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതായത് പ്രതികാരം ചെയ്യുക എന്നതിന് പ്രാധാന്യം കൊടുക്കുകയാണ്. അതായത് അമേരിക്ക ഗൾഫ് രാജ്യങ്ങളെ ഉപയോഗിച്ച് ചർച്ചയ്ക്ക് വന്നാലോ മധ്യസ്ഥ രാജ്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന വിധത്തിൽ കരാറുകളുമായി വന്നാലോ, ഒരു തവണ ഇറാൻ പറ്റിക്കപ്പെട്ടു, അത് കബളിപ്പിക്കപ്പെട്ടു. നമ്മളൊക്കെ അന്ന് പറഞ്ഞത് എന്താണ്? ഇറാൻ അനുകൂലമായിട്ട് അമേരിക്ക ഒരു കരാർ തയ്യാറാക്കി, അത് ഇസ്രായേലിനുള്ള പ്രഹരമായിരുന്നു. ശരിയാണ്, പ്രഹരമായിരുന്നു, അത് ഇറാൻ അനുകൂലമായ കരാറായിരുന്നു, ഈ മുമ്പ് കൊണ്ടുവന്ന കരാർ. പക്ഷെ അത് പാലിക്കാൻ അമേരിക്കയ്ക്ക് വലിയ താല്പര്യമില്ലായിരുന്നു. കഴിഞ്ഞില്ല എന്നല്ല, ആ പദ്ധതി തയ്യാറാക്കിയതേ ഇറാനെ ചതിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം ഹോർമൂസ് തുറന്നു, പകുതിയിലധികം കപ്പലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോൾ ആ വ്യാപാര മാന്ദ്യത്തിന് ചെറിയൊരു അയവുണ്ടായി. ഇന്ധനവില വീണ്ടും കുറഞ്ഞു, ആഗോള വിപണി കൃത്യതയോടുകൂടി വരാൻ തുടങ്ങി, ഓഹരി വിപണി കയറി തുടങ്ങി, ട്രംപിനുണ്ടായിരുന്ന സമ്മർദ്ദം ഇല്ലാതായി. ഉടനെ ട്രംപ് അടുത്ത പണിയെടുത്തു, ചതി കാണിച്ചു, അവിടെ ഹോർമൂസ് പിടിച്ചെടുക്കാൻ പോയി, ആവശ്യമില്ലാത്ത പണിക്ക് പോയി. അങ്ങനെയാണ് ഇറാൻ വലിയ തോതിൽ പ്രകോപിതരാകുന്നത്. ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തി. എന്തും പറഞ്ഞാണ് ആക്രമണം നടത്തുന്നത്? ഏതോ 2 കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയെന്ന് പറഞ്ഞിട്ടാണ്. സൗദിയുടെയും UAEയുടെയും കപ്പൽ ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ കാണുന്ന ഈ വിധത്തിൽ രൂക്ഷമായ യുദ്ധത്തിലേക്ക് അമേരിക്ക കാര്യങ്ങളെ കൊണ്ടുവന്നത്. ആ കപ്പൽ ആരാണ് ആക്രമിച്ചത് എന്നതിന് പോലും കൃത്യമായ ഒരു തെളിവൊന്നുമില്ല. അത് ഇറാനാണ് എന്ന് പറയുന്നു, ഇറാൻ അത് ക്ലെയിം ചെയ്തിട്ടുമില്ല. പക്ഷെ എന്തായാലും ഇറാൻ ആണെങ്കിൽ പോലും ആ കപ്പലുകൾ പോയ വഴി ആ കരാറിന് വിരുദ്ധമായ ഒമാൻ തീരത്തോടുള്ള മറ്റൊരു വഴിയായിരുന്നു. ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ഇറാൻ പറയുകയാണ് ഇന്ന വഴിയിലേക്ക് കപ്പലുകൾക്ക് പോകാം, ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആ വഴിക്ക് പോയാൽ പോരെ. എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇറാന്റെ കണ്ണു വെട്ടിച്ച് ഇറാന്റെ തീരത്തുകൂടി അല്ലാതൊരു പാത ഉണ്ടാക്കേണ്ട കാര്യം എന്താണ്? അപ്പൊ അവിടെ ഒരു ചതി സംഭവിച്ചു. അങ്ങനെ നിരന്തരമായ ചതികൾ ഏറ്റുവാങ്ങിയ രാജ്യമാണ് ഇറാൻ. ആയത്തുള്ള അലി ഖാംനെയി എന്നവരുടെ പരമാധികാരിയെ കൊലപ്പെടുത്തിയ ചതിയിലൂടെയാണ്. ആണവ ചർച്ച നടക്കുമ്പോഴാണ് കൊലപ്പെടുത്തി. ഇതൊക്കെ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത്, ഇത് പുതുതായി കാണുന്ന പ്രേക്ഷകർ കൂടി ഇത് മനസ്സിലാക്കണമെന്ന്. എന്തുകൊണ്ട് നമ്മൾ ഈ വിധത്തിൽ ഈ കാര്യങ്ങൾ കാണുന്നു, ഈ വിധത്തിൽ വീഡിയോകൾ ചെയ്യുന്നു, വീണ്ടും വീണ്ടും എന്തുകൊണ്ട് വീഡിയോകൾ തയ്യാറാക്കുന്നു എന്നുള്ളത്, ഒന്ന് നമ്മുടെ ധാർമ്മികമായ മാധ്യമ പ്രവർത്തനം എന്ന ഒരു സ്പേസിൽ നിന്നിട്ടാണ്. ഒരുപാട് വ്യാജ പ്രചാരണങ്ങൾ നമുക്ക് ചുറ്റും ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട്. അതിനെ കൗണ്ടർ ചെയ്യുക, കൃത്യമായ സത്യസന്ധമായ വീഡിയോകൾ നൽകുക എന്നുള്ളത് നമ്മുടെ ധർമ്മമാണ്. അത് നമ്മൾ ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അമേരിക്കയാണ് ഇതിനെല്ലാം പിന്നിൽ. 93 രൂപയ്ക്ക് ഡീസൽ അടിച്ചുകൊണ്ടിരുന്നത് ഞാനിപ്പോ എൻ്റെ ഇന്നോവയ്ക്ക് ഡീസൽ അടിക്കുന്നത് 113 രൂപയോ കണ്ടായി, 103 രൂപയോ 115 രൂപയോ 110 രൂപയോ കണ്ടായി. ഒറിജിനൽ പെട്രോൾ, നമ്മുടെ പെട്രോൾ കാറിന് E20 ഇല്ലാത്ത ഒറിജിനൽ പെട്രോൾ കിട്ടണമെങ്കിൽ 167 രൂപ കൊടുക്കണം. എന്നാലോചിച്ച് നോക്ക്. അപ്പൊ ആ അവസ്ഥയിലേക്ക് ഇന്ധനവില കുതിച്ചു വരുന്നിട്ട് എത്ര നാളായി? 90-92 രൂപയിലായിരുന്നു ഡീസൽ വില 103-105 എത്തിയിട്ടുണ്ട്. പെട്രോൾ വില 100-ൽ നിന്ന് 113 കണ്ടായി. ഇതിനൊക്കെ കാരണം ആരാണ്? ഈ ട്രംപ് നടത്തുന്ന യുദ്ധമാണെന്നേ. ട്രംപിന്റെ യുദ്ധവെറി, ഇസ്രായേലിന്റെ അകാരണമായ ഭയം, ഇറാനോടുള്ള പേടി, ഇതിനൊക്കെ നമ്മൾ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടുത്തെ ന്യായമാണ്. എന്നിട്ട് ഇവിടെ ഇരുന്ന് സുമേഷ് കാവിപ്പടയും ടീമും ഇരുന്ന് കരച്ചിലാണ്. എൻ്റെ ഫാദർലാൻഡ് അമേരിക്കയാണ്, മദർലാൻഡ് ഇസ്രായേലാണ്, നെതന്യാഹുവും ട്രംപും ദൈവങ്ങളാണെന്നും പറഞ്ഞ് നമ്മുടെ അടിയിൽ ഒരുപാട് മണ്ടന്മാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ആത്മരോഷമൊക്കെ പണ്ട് തോന്നിയിരുന്നു. ഇപ്പൊ സഹതാപവും പുച്ഛവും ചിരിയുമാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ വ്യാജ കഥകൾ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എടുത്തിട്ട് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് അതിൽ മതം കലർത്തി, ഈ ഇറാന്റെ മതത്തിന്റെ പ്രശ്നമാണ് ഈ കാണുന്ന യുദ്ധമൊക്കെ, ഇറാനാണ് കാരണം, അവരുടെ പുസ്തകത്തിന്റെ കുഴപ്പമാണ്, അവരുടെ ദൈവത്തിന്, ആ രീതിയിലേക്ക് ഇതിനെ നറേറ്റ് ചെയ്യുന്നുണ്ട്. അതിനെ ശക്തമായി പൊളിക്കുക എന്നുള്ളത് ഒരു മാധ്യമധർമ്മത്തിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ ഒരു സാമൂഹ്യ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വീഡിയോകൾ ചെയ്യുന്നത്. ഇപ്പൊ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ട്രംപിന്റെ അഹങ്കാരം കൊണ്ട്, ധാർഷ്ട്യം കൊണ്ട്, ധിക്കാരം കൊണ്ട് സംഭവിക്കുന്നതാണ് ഈ ലോകം മുഴുവൻ സംഭവിക്കുന്ന ഈ പ്രശ്നം എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ട്രംപിനെതിരെ ശക്തമായ നിലപാട് ലോകരാജ്യങ്ങൾ സ്വീകരിക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പൊറുതിമുട്ടി നിൽക്കുന്ന ലോകം മുഴുവൻ, ഗൾഫ് രാജ്യങ്ങൾ പൊറുതിമുട്ടി നിൽക്കുന്നു, യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു, ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുന്നു, അമേരിക്കയിൽ പോലും ക്രൂഡ് ഓയിൽ പ്രൈസ് വല്ലാത്ത രീതിയിൽ കുതിച്ചുയരുന്നു. ഇതൊക്കെ സഹിച്ച് ലോകം ട്രംപിന്റെ മണ്ടത്തരങ്ങൾക്ക്, വിഡ്ഢിത്തരങ്ങൾക്ക് വീണ്ടും എന്താ പറയുക, വഴങ്ങിക്കൊടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകേണ്ട കാര്യം എന്താണ്? അവിടെയാണ് ഇറാനും ചെയ്യുന്നതിനെ അനുകൂലിക്കേണ്ടി വരുന്നത് പലപ്പോഴും. ഇറാനെ സംബന്ധിച്ച് അവർ പ്രതികാരം ചെയ്യുകയാണ്. ഇറാൻ ഇപ്പോൾ പറയുന്നത് എന്താണ്? അവർ ഹോർമൂസിൽ വ്യാപകമായ, അതായത് ഈ കരാർ ലംഘനം, ക്ഷമിക്കണം, ഈ കരാറിന്റെ കാലാവധി കഴിഞ്ഞു. ആ കരാർ കാലാവധി കഴിഞ്ഞതിന് പിന്നാലെ ഇനി ഹോർമൂസിൽ വ്യാപകമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഒരു വശത്ത് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. മാത്രമല്ല, വിജയിച്ചു, ഞങ്ങൾ ഈ യുദ്ധത്തിൽ വിജയിച്ചു എന്ന പ്രഖ്യാപനം നടത്തുന്നു.
5 വെസലുകൾ തകർക്കുന്നു. അതെ. ട്രംപിനെ വെല്ലുവിളിക്കുന്നു. ട്രംപിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചിരിക്കുന്ന പടം ഹോർമൂസിൽ തലയോട്ടിയുടെ അമേരിക്കൻ സൈന്യത്തിന് തലയില്ലാത്ത പടം, അല്ലെങ്കിൽ തലയോട്ടിയുടെ പടം, ഇതൊക്കെ അവരുടെ ഇൻക്ലാബ് സ്ക്വയറിൽ ഇടുന്നു. ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് വെല്ലുവിളിക്കുന്നു. ഒമാനുമായി ഹോർമൂസിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് കരാർ ഒപ്പിടുന്നു. അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു. അറബ് രാജ്യങ്ങളെ കൂട്ടി ഒരു കൂട്ടായ്മ രൂപീകരിച്ചുകൊണ്ട് ആ കപ്പൽ പാത നിയന്ത്രിക്കാൻ പോകുന്നു, ടോള് പിരിക്കാൻ പോകുന്നു. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ ഇനി പിടിച്ചാൽ കിട്ടാത്ത ഉയരങ്ങളിലേക്ക് പോവുകയാണെന്ന് തന്നെയാണ്. അതാണ് ട്രംപിന് വലിയ ദേഷ്യം. ട്രംപ് ഇപ്പോൾ ഒമാനെ ഭീഷണിപ്പെടുത്തുകയാണ്. ഒമാൻ ഇറാനുമായി കരാറിൽ ഒപ്പിട്ടാൽ ഞങ്ങൾ കയറി അടിക്കുമെന്നാണ് പറയുന്നത്. ഒമാനെ ആക്രമിക്കുന്നത്. ആരാണ് ഒമാൻ? അമേരിക്കയോടെ ഒബീഡിയന്റ് ആയിട്ട് നിന്നൊരു രാജ്യമാണ്. മധ്യസ്ഥ ചർച്ചകൾക്ക് പലപ്പോഴും വേദിയായിട്ടുള്ള ഒരു രാജ്യമാണ്. അമേരിക്ക പറഞ്ഞതിനനുസരിച്ച് മേഖലയിലെ പല കരാറുകളിലും ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമാണ്. അല്ലെങ്കിൽ ഒപ്പുവെക്കാൻ വേണ്ടി പിന്തുണ കൊടുത്തിട്ടുള്ള, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുള്ള രാജ്യമാണ്. ഇത്രയും കാലം ഒമാൻ കൂടെ നിന്നതിനുള്ള ശിക്ഷ ഇപ്പോൾ ഒമാന് കൊടുത്തു ട്രംപ്. ഇറാനുമായി കരാറിൽ ഒപ്പിട്ടാൽ അടിച്ച് തീർത്തുകളയും, ബോംബിടും എന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അമേരിക്ക പറയുന്നത് കേട്ടില്ലെങ്കിൽ ചങ്ങാത്തവുമില്ല, സൗഹൃദവുമില്ല, നന്ദിയുമില്ല, ഒരു കുന്തവുമില്ല. അമേരിക്കയുടെ ഒബീഡിയൻ ഡോഗായിട്ട് നിൽക്കുകയാണെങ്കിൽ മാത്രം സുരക്ഷ, പരിഗണന, സംരക്ഷണം, കരാറ്, കൈകൊടുപ്പ്, ചായകൂടി, ഇതൊക്കെ അപ്പോഴേ ഉള്ളൂ. അമേരിക്കക്കെതിരായിട്ട് സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരം ഉപയോഗിച്ച് ഒരു രാജ്യം ഒരു നിലപാടെടുക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് എന്താ കാര്യം? പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് ഒരു കാര്യമില്ല. ആ പശ്ചിമേഷ്യയിലെ ഒരു വിഷയത്തിൽ, ഹോർമൂസ് പശ്ചിമേഷ്യയുടെ വിഷയമാണ്, പശ്ചിമേഷ്യയിലെ ഒരു വിഷയത്തിൽ അമേരിക്കയെ മാറ്റി നിർത്തി ഒമാൻ സ്വന്തം പരമാധികാരം ഉപയോഗിച്ച് അയൽ രാജ്യവുമായി ഒരു കരാറിൽ ഒപ്പിടുന്നതിന് ഇവന്റെ അനുവാദം വേണം. ഭീഷണിപ്പെടുത്തുകയാണ്. ട്രംപിന്റെ അനുവാദം വേണം. ഇത് എന്ത് നീതിയാണ്? എന്ത് ന്യായമാണിത്? അതാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം രേഷ്മ. ഇപ്പോ ഈ ട്രംപിന്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഒരു ഗുരുതരാവസ്ഥയിൽ എന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ആയുധപ്പുര കാലിയാകുന്നു. എടുക്കുന്ന എല്ലാം തിരിച്ചു കൊള്ളുന്ന ഒരു രീതിയിലേക്ക് ട്രംപിന്റെ അവസ്ഥ ഏറെക്കുറെ ആയിരിക്കുന്നു. അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അവിടുത്തെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നു എന്നുള്ള വാർത്തകൾ കൂടി വരുന്നുണ്ട്. മാത്രമല്ല 60% പേര്, അവിടുത്തെ ഈ അമേരിക്കയിലെ 60% പേര് ട്രംപിനെതിരെ വരുന്നു. അതായത് കഴിഞ്ഞ ശതമാനം 30% കൂടി കൂടിയിരിക്കുന്നു എന്നുള്ള വാർത്തകൾ. എതിർപ്പ് 30% എതിർപ്പായി 30% കൂടിയിരിക്കുകയാണ്. ടോട്ടൽ 60% പേരും ട്രംപിനെതിരാണ്. അതെ. പക്ഷേ ഈ ഒരു ഘട്ടത്തിലേക്ക് വരുമ്പോഴാണ് ട്രംപിന് ഇരട്ടി പ്രഹരമാകുന്നത്. ഒന്നും പിടിച്ചെടുക്കാൻ കഴിയില്ല. സ്വന്തം രാജ്യത്തെ നശിപ്പിച്ച ഒരു പ്രസിഡന്റ് എന്ന ലേബലിൽ ട്രംപ് മാറുകയാണ്. കാരണം അത്രത്തോളം പ്രതിസന്ധിയാണ് അവിടുത്തെ ജനങ്ങളും. ഈ ക്രൂഡ് ഓയിൽ വില ഉയരുന്നത് അവിടുത്തെ സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുമ്പോഴാണ് ഈ കമന്റ് ബോക്സിലൊക്കെ വന്നിട്ട് ആളുകൾ ഇതിനെപ്പറ്റി പറയുന്നത്. കാരണം സ്വന്തം രാജ്യത്തെ അവിടുത്തെ ജനങ്ങൾക്ക് പോലും ഒരു വലിയ വേണ്ടാത്തൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് ട്രംപ്. ട്രംപിലൂടെ ആളുകൾ ന്യായം പറയുന്നത്. അതെ. അവിടുത്തെ ജനങ്ങളോട് ചോദിച്ചാൽ മതി എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന്. സാധാരണക്കാർക്ക് താമസിക്കാൻ കഴിയുന്നില്ല. കാരണം അവരുടെ ദൈനംദിന ചെലവ് കൂടുകയാണ്, പെട്രോൾ വില കൂടുകയാണ്. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരാം. എന്തായാലും ട്രംപ് 2 ഭാഗത്തു നിന്നും ആകെ പെട്ടിരിക്കുകയാണ്. നമ്മൾ പറയത്തില്ലേ, തേച്ചൊട്ടിച്ചു എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലേക്ക് ട്രംപ് മാറി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇനി ഈ ട്രംപിനെ മാറ്റി നിർത്തി അമേരിക്കയെ പൂർണ്ണമായിട്ട് ദശാബ്ദങ്ങളായിട്ട് അവർ കൊണ്ടു നടന്ന വലിയൊരു അപ്രമാദിത്വം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇറാൻ ഇന്ന് ലോകത്തിന് മുന്നിൽ വലിയൊരു ശക്തിയാണ്. പശ്ചിമേഷ്യക്ക് ഇനി എന്തും പറയാം, ഫ്രീഡത്തോടെ നിൽക്കാം. മറ്റേ ഒമാനെ പേടിപ്പിക്കുന്ന കണക്ക് അടിയൻ ഇതാ എന്നുള്ളൊരു സംഭവം ഇനി പശ്ചിമേഷ്യയിലെ ഒരു GCC രാജ്യങ്ങൾക്ക് ആർക്കും വേണ്ട. ഇറാനുമായിട്ടൊരു സൗഹൃദം പുലർത്തിക്കൊണ്ട് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഒരു വലിയ പവർ എന്ന് പറയുന്നത് ഇറാൻ തന്നെയായിരിക്കും. ഇറാനെ ഈ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അകറ്റി നിർത്തുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അത് ഇസ്ലാം മതത്തിലെ മുസ്ലിം വിഭാഗത്തിലെ 2 വിഭാഗങ്ങൾ, ഒന്ന് ഇറാൻ എന്ന് പറയുന്ന ഷിയ വിഭാഗവും മറ്റ് GCC രാജ്യങ്ങൾ സുന്നി വിഭാഗവും, ഇവർ തമ്മിലുള്ള ആശയപരമായ ഭിന്നതകളും കാലങ്ങളായിട്ടുള്ള ഒരു അകൽച്ചയും അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും ഒക്കെയാണ് ഇതിന്റെ ബേസ്. പക്ഷേ ഇപ്പോഴതല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ അതിന് പ്രാധാന്യം കൊടുത്താൽ ഈ ഐക്യം തകരും. അതായത് പശ്ചിമേഷ്യയുടെ കെട്ടുറപ്പ് തകരും, പാശ്ചാത്യ ശക്തികൾ മുതലെടുക്കും. നാളെ ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതുപോലെ മറ്റാരെ വേണമെങ്കിലും ആക്രമിക്കാൻ സന്നദ്ധരാകും. ഇപ്പൊ പറയുകയാണ് ഇറാൻ അല്ലാതെ സൗദിക്ക് നേരെ, അല്ലെങ്കിൽ കുവൈറ്റിന് നേരെ, ഖത്തറിന് നേരെ ഇവിടെ ചില ഭീകര സംഘടനകൾ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നുവെന്ന് ഇസ്രായേൽ ഇന്റലിജൻസിന് വിവരം കിട്ടി. അതുകൊണ്ട് അവരെ തീർക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് വരികയാണ്, ഇവരെ സംരക്ഷിക്കുന്നത് ഈ രാജ്യമാണ് എന്ന് ഇസ്രായേൽ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പം ഇതല്ലേ ട്രംപ് ഒമാന്റെ കാര്യത്തിൽ പറയുന്നത്.
ഒമാൻ അവരുടെ പരമാധികാര രാജ്യം അവരുടെ ഭരണഘടനയ്ക്കുള്ളിൽ അല്ലെങ്കിൽ അവരുടെ നിയമങ്ങൾക്കുള്ളിൽ അവരുടെ നയതന്ത്രത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഇറാൻ എന്ന രാജ്യവുമായി ഒരു ചർച്ച നടത്തുന്നു. അവർ പശ്ചിമേഷ്യയിലെ അയൽ രാജ്യങ്ങളാണ്, ഹോർമൂസിന് അപ്പുറവും ഇപ്പുറവുമുള്ള രാജ്യങ്ങളാണ്. എന്തിനേറെ അവര് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോഓപ്പറേഷൻ എന്ന് പറയുന്ന മേഖലയിലെ ശക്തമായ ഒരു സംഘടനയിലെ ഭാരവാഹികളാണ്. ഈ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച നടത്തുന്നതിന് 10-12,000 കിലോമീറ്റർ അപ്പുറം കിടക്കുന്ന അമേരിക്കയ്ക്ക് എന്ത് കാര്യം അതിനകത്ത്? പശ്ചിമേഷ്യയുടെ പോലും ഭാഗമല്ലാത്ത ഈ മേഖലയിൽ ഒരു ഗുണപരമായ ഇടപെടലും നടത്താത്ത, യുദ്ധമല്ലാതെ മറ്റൊരു ഇടപെടലും നടത്താത്ത, ഇപ്പോൾ പശ്ചിമേഷ്യയെ ഈ കണ്ട ദുരിതത്തിലേക്ക് ചവിട്ടിത്തള്ളിയിട്ട അമേരിക്ക പിന്നെയും ഇവിടെ വന്നിട്ട് കാര്യം പറയാണ്, പിന്നെയും ഭീഷണിപ്പെടുത്തുകയാണ്. എന്താണ് ഇതിൻ്റെ ഒരു ന്യായം? ഇതല്ലേ ഉയരേണ്ട ചോദ്യം. ആ ചോദ്യമാണ് ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങൾ, GCC രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ, ഖത്തർ, കുവൈറ്റ്, ഒമാൻ, ബഹ്റിൻ, ഈ പറയുന്ന UAE, സൗദി അടങ്ങുന്ന ഈ 8ഓളം വരുന്ന രാജ്യങ്ങളുണ്ട്. ഈ പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, ഈ രാജ്യങ്ങളുടെ പരമാധികാരത്തിലേക്കൊരു ഭീഷണിയായിട്ട് ട്രംപ് ഇങ്ങനെ നിൽക്കുകയാണെന്നേ. ഇപ്പം സൗദി അമേരിക്കയുമായിട്ട് കൂട്ടുചേർന്ന് ഇറാഖിൽ ഇറാന്റെ മിലീഷ്യകളെ ആക്രമിച്ചു. തിരിച്ച് ഹൂത്തികൾ സൗദിയിലേക്ക് ഭയാനകമായ ആക്രമണം നടത്തി. ട്രംപിന്റെ പൊടി പോലും ഏഴായിരത്ത് കണ്ടില്ല. ട്രംപ് ഇവിടെ പോയി ഇത്രയും വലിയ പിന്തുണ വാഗ്ദാനം ചെയ്ത് സൗദിയെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിച്ച് തിരിച്ചടി കിട്ടിയപ്പോ നിങ്ങൾ തമ്മിൽ അയക്കുമോ എന്ന് പറഞ്ഞ് ആശാൻ മിണ്ടാതിരിക്കുക. ഈ പറയുന്ന ചെങ്കടലിൽ സൗദിയുടെ കപ്പലുകൾക്ക് വിലക്കേർപ്പെടുത്തി ഹൂത്തികൾ. അതിനെ ബ്ലോക്ക് ചെയ്യാൻ, അതിനെതിരെ സൗദിയുടെ കപ്പലുകൾ ആ വഴി കൊണ്ടുപോകാൻ എന്ത് ചെയ്യാൻ പറ്റി ട്രംപിന്? ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഇറാനെ സംബന്ധിച്ച് ഇറാൻ ശക്തമായ ആക്രമണങ്ങൾ ഹോർമൂസിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അന്ന് പറഞ്ഞത്, ഇതിലെ പോകുന്ന കപ്പലുകൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകാം, അമേരിക്കയുടെ പടക്കപ്പലുകൾ നിങ്ങൾക്ക് വേണ്ടി റെഡിയാണ്, നിങ്ങൾ ധൈര്യമായിട്ട് പോരൂ എന്ന് ഈ ലോകത്തെ എണ്ണ കമ്പനികളോടും കപ്പൽ കമ്പനികളോടും ഉറപ്പ് നൽകി വിളിച്ചയാളാണ് ട്രംപ്. അന്ന് ട്രംപിന്റെ വാക്കും വിശ്വസിച്ച് ഈ പറയുന്ന 10,000 കപ്പലുകൾ ആ വഴിക്ക് പോയിരുന്നെങ്കിൽ ഒറ്റയെണ്ണം ബാക്കി ഉണ്ടാവില്ലായിരുന്നു. ഈ ലോകത്തെ ഊർജ പ്രതിസന്ധി, എണ്ണ പ്രതിസന്ധി അതിരൂക്ഷമാകുമായിരുന്നു. നാശനഷ്ടം കോടാനുകോടികൾ കവിയുമായിരുന്നു. അപ്പൊ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കൃത്യമായി ലോകം മനസ്സിലാക്കി ഈ യുദ്ധത്തിലൂടെ. അത് യുദ്ധത്തിലൂടെ എന്നുള്ളതല്ല, യുദ്ധത്തിനപ്പുറത്ത് ഇറാന്റെ തന്ത്രപരമായ നീക്കങ്ങൾ. ഇറാൻ അടിച്ചത് മുഴുവൻ ട്രംപിന്റെ മർമ്മത്താണ്. എവിടെയൊക്കെ ട്രംപ് വിശ്വാസ്യത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, എവിടെയൊക്കെ ട്രംപ് ബലം കാണിക്കാൻ നിൽക്കുന്നു, എവിടങ്ങളിലൊക്കെ ട്രംപ് താനൊരു വലിയ ശക്തിയാണ്, അല്ലെങ്കിൽ ഞങ്ങളൊരു വലിയ ശക്തിയാണ്, ഞങ്ങൾ നിങ്ങളെ പിന്തുണച്ചാൽ നിങ്ങൾ വലിയ സെറ്റപ്പ്, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ നിൽക്കൂ എന്ന രീതിയിൽ സംരക്ഷണം, കരുത്തും വാഗ്ദാനം ചെയ്ത് ട്രംപ് എവിടെയൊക്കെ സ്വീകാര്യതയും സ്വാധീനവും ഉണ്ടാക്കാൻ ശ്രമിച്ചോ അവിടങ്ങളിലൊക്കെയാണ് ഇറാൻ കയറി അടിച്ചിരിക്കുന്നത്. ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ തന്ത്രപരമായ ആക്രമണങ്ങൾ നടത്തുന്നതിന് കാരണം എന്താണ്? അവിടെയൊക്കെ ട്രംപ് പറഞ്ഞിരുന്നത്, ഞാൻ ഇങ്ങനെ സുരക്ഷ തരികയാണ്, അമേരിക്ക നിങ്ങളെയൊക്കെ സുരക്ഷ ഏൽപ്പിക്കുകയാണ്, നിങ്ങളുടെ സുരക്ഷയൊക്കെ അമേരിക്കയെ ഏൽപ്പിച്ചിരിക്കുകയാണ്, അപ്പം അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ ഇവിടെയുള്ളത് നിങ്ങൾക്ക് സുരക്ഷ നൽകാനാണ് എന്നാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇറാൻ 10 അടി അടിച്ചപ്പോഴത്തേനും ട്രംപിന്റെ പ്രധാനപ്പെട്ട കോട്ടകൾ പോലും തകർന്നു. ട്രംപ് ഓടി അവിടെ ഭാഗത്തേക്ക് വന്നില്ല. USS എബ്രഹാം ലിങ്കൺ എവിടെ പോയി? അതിൻ്റെയൊക്കെ പൊടി പോലും ഇല്ല. അതിന് ഭയങ്കര കേടുപാടുകൾ സംഭവിക്കുന്നു, ചോർച്ചയുണ്ടാകുന്നു. ഇതൊക്കെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളുടെ ഭാഗമാണ്. ഇറാൻ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ അവകാശപ്പെട്ടിട്ടുണ്ട്. അതൊരിക്കലും അമേരിക്ക സമ്മതിച്ചിട്ടില്ലെങ്കിൽ പോലും ആ ഇറാന്റെ അവകാശവാദം ശരിയായിരുന്നു എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ഈ കപ്പലുകളുടെ തകരാറുകൾ ഓരോന്നായി പുറത്തു വരുന്നത്. സൈനികർ ഭയന്ന് വിറച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും ഇനിയും അറ്റാക്ക് ഉണ്ടാവുന്നുള്ള പേടി അവർക്കുണ്ട്. അവർക്ക് സൈനികരില്ല. അല്ല, ഹോർമൂസിന് പുറത്തുള്ള കാര്യമാണ് പറഞ്ഞത്. ഹോർമൂസിന് പുറത്തുള്ള അമേരിക്കൻ കപ്പലുകൾ, പടക്കപ്പലുകൾ ഹോർമൂസിന് പുറത്ത് സ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങിയാൽ ഏത് നിമിഷവും തിരിച്ചടി ഉണ്ടാവുന്ന അവർക്ക് പേടിയുണ്ട്. ഹോർമൂസിലേക്ക് ഇതുവരെ അമേരിക്കയുടെ കപ്പലുകൾ എത്തിയിട്ടില്ല. എന്നിട്ടാണ് ട്രംപ് വീരവാദം പറഞ്ഞത്, നിങ്ങളുടെ സുരക്ഷ എൻ്റെ അവകാശമാണ്, അല്ലെങ്കിൽ എൻ്റെ ധർമ്മമാണ്, ഞാനത് തരും, അത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞത്. ഇപ്പോൾ ഇത്രയും കാലത്തെ യുദ്ധത്തിനിടയിൽ ഹോർമൂസ് അടച്ചത് കൊണ്ട് മാത്രം ഈ പറയുന്ന അറബ് രാജ്യങ്ങളുടെ എണ്ണ കെട്ടിക്കിടക്കുകയാണ്. അത് വലിയ ലോസ്, ഹ്യൂജ് ലോസ് എന്ന് പറയാവുന്ന ഒരു സാഹചര്യമാണ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്. അമേരിക്ക അവരുടെ സംരക്ഷകരാണെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്ക അവർക്ക് എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ടെങ്കിൽ, ഈ അറബ് രാജ്യങ്ങളുടെ നന്മ മുന്നിൽ കണ്ടാണ് അമേരിക്ക പ്രവർത്തിക്കുന്നതെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കണ്ടേ? അതിനും ട്രംപിന് കഴിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ
അമേരിക്ക ഒരു ദയനീയ പരാജയമാണ് എന്നുള്ള കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്താൻ ഇറാന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പറയുന്ന ഒരു നീക്കങ്ങളും നടക്കാത്ത വിധത്തിൽ അമേരിക്ക കുടുങ്ങിപ്പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിൽ പറയാനുള്ളത്, ഈ അമേരിക്കയ്ക്ക് ഇനി ഈ യുദ്ധത്തിൽ ജയിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ ഒരു മേൽക്കൈ ഉണ്ടാവുകയോ അമേരിക്ക പറയുന്നതിനനുസരിച്ച് ഇറാൻ കീഴടങ്ങുകയോ ഒന്നും സംഭവിക്കാൻ പോകുന്ന കാര്യമല്ല. അതായത് ഇപ്പൊ ഇറാൻ സേന ഗൾഫിലേക്ക് കടന്നു കയറി അമേരിക്കൻ സൈനികരെ ബന്ദികളാക്കി അവര് നേരെ ഈ പറയുന്ന ഇറാനിലേക്ക് ഈ സൈനികരെ കൊണ്ടുവന്ന് അവരെ ഏതെങ്കിലും തരത്തിൽ വധിച്ചു എന്ന് വിചാരിക്കുക. അമേരിക്ക കഴിഞ്ഞു. ട്രംപിന്റെ മുഴുവൻ സൈനിക കോട്ടകളും ഇറാൻ പിടിച്ചെടുക്കും, മുഴുവൻ കോട്ടകളും തകർക്കും. അത് ഇറാനെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് ഇറാൻ ഒന്ന് തെളിയിച്ചാൽ മതി, അമേരിക്കയുടെ സകല വിലയും പോകും. അപ്പം അതുകൊണ്ടാണ് വലിയ ഭീതിയിലേക്ക് അമേരിക്ക പോകുന്നത്. ഇപ്പൊ നോക്കൂ, ട്രംപ് ഇറാനെ തീർത്ത് കളയും, ഇറാനെ ഇല്ലാതാക്കും, ഒന്നും പറയുന്നില്ലല്ലോ. ഒരിടയ്ക്ക് സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഇറാനെ ഞങ്ങൾ ഭസ്മമാക്കും, ലോകത്ത് ഇറാൻ ഇതുവരെ കാണാത്തതിൽ വെച്ച് ഏറ്റവും വലിയ അറ്റാക്ക് ഇറാൻ നേരിടേണ്ടി വരും, ഇറാൻ നാളെ ഭൂമിയിൽ ബാക്കിയുണ്ടാകില്ല, ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കും, ആണവ കേന്ദ്രം, എന്തൊക്കെയായിരുന്നു. ഇപ്പോൾ കുറേ ദിവസമായിട്ടൊന്നും പറയുന്നില്ലല്ലോ. പേടിയാണ്, എന്തെങ്കിലും പറഞ്ഞാൽ ഇറാൻ കയറി അടിക്കും. അപ്പം അതുകൊണ്ട് തന്നെ ഇറാനെ ഇല്ലായ്മ ചെയ്യാൻ ഇറങ്ങിത്തിരിച്ച് ഈ യുദ്ധം, ആ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ചവരുടെ ഇല്ലാതാകലിലേക്ക് എത്തുകയാണ്. അമേരിക്കയ്ക്ക് ഒരിക്കലും കിട്ടാത്ത വിധത്തിലുള്ള ഭയാനകമായ തിരിച്ചടി കിട്ടിയിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് ഈ പറഞ്ഞതുപോലെ അമേരിക്കൻ സൈനികരെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ കടന്നു കയറി ഇറാൻ പിടിച്ചുകൊണ്ട് പോകുന്നൊരു കാഴ്ചയുണ്ടാവും. ആലോചിച്ച് നോക്കും. അമേരിക്ക എന്ന രാജ്യത്തിൻ്റെ സകല ഗർവവും സകല അഹന്തയും സകല മേൽക്കോയ്മയും ലോകത്തിനു മുന്നിൽ തകർന്നില്ലാതാകും. അവിടെ ഒരു പുതിയ ശക്തി ഉദയം ചെയ്യും, ഒരു ശക്തി കച്ചേരി. അത് പശ്ചിമേഷ്യൻ ബെൽറ്റ് ആയിരിക്കും. അത് ഇറാൻ അതിന് നേതൃത്വം കൊടുക്കാം, ചൈന ഉണ്ടാകാം, റഷ്യ ഉണ്ടാകാം. ഇപ്പോൾ അമേരിക്കയെ വിശ്വസിച്ച് കുടുങ്ങിപ്പോയ ഗൾഫ് രാജ്യങ്ങൾ പോലും ആ ആശയത്തെ മനസ്സുകൊണ്ടെങ്കിലും പിന്തുണച്ച് ഒപ്പം നിൽക്കാനുള്ള സാധ്യതയും അമേരിക്കയെ ഇവിടെ നിന്ന് പുറത്ത് കടക്കാനുള്ള, പൂട്ടിക്കാൻ അല്ലെങ്കിൽ പടിയടച്ച് പിണ്ടം വയ്ക്കാനുള്ള സാധ്യതയും വൈകാതെ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്.